ഒരു കാലത്ത് കേരളത്തിലെ ഒരു പച്ചപ്പുള്ള ഗ്രാമത്തിൽ ഒരു ചെറിയ വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അവന്റെ പേര് വെളു. സാധാരണ വെളുത്തുള്ളി പോലെ അല്ലായിരുന്നു വെളു. അവൻ ചെറിയവനായിരുന്നു, പക്ഷേ അവന്റെ മനസ്സ് വളരെ വലുതായിരുന്നു. വെളു താമസിച്ചിരുന്നത് ഒരു വലിയ പച്ചക്കറി തോട്ടത്തിൽ. അവന്റെ ചുറ്റും തക്കാളി, മുളക്, ഉള്ളി, കുമ്പളങ്ങ എല്ലാം ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അവരൊക്കെ സൂര്യനെ നോക്കി ചിരിക്കുകയും കാറ്റിനൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്യും. ഹേ വെളുവേ, തക്കാളി ചുവന്ന കവിളുകളോടെ ചോദിക്കും, നീ ഇത്രയും ചെറുതാണ്. എങ്ങനെ നമ്മളെപ്പോലെ ശക്തനായിരിക്കും? വെളു ചെറിയ ചിരിയോടെ പറയും, വലുപ്പം നോക്കണ്ടേ? ഉള്ളിൽ എന്തുണ്ട് എന്നതാണ് പ്രധാനമല്ലേ? ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ പ്രശ്നം വന്നു. കിടിലൻ ജർമ്മി രാജാവ് എന്നൊരു ചെറിയ കള്ളൻ ജർമ്മി ഗ്രാമത്തിലേക്ക് വന്നു. അവൻ കുട്ടികൾക്ക് ജലദോഷം, ചുമ, പനി എല്ലാം കൊടുക്കാൻ തുടങ്ങി. ഗ്രാമത്തിലെ കുട്ടികൾ സ്കൂളിൽ പോകാനാകാതെ വീട്ടിൽ കിടന്നു. അമ്മമാർ വിഷമിച്ചു. അച്ഛന്മാർ ചിന്തിച്ചു. ഗ്രാമം മുഴുവൻ ദുഃഖം നിറഞ്ഞു. പച്ചക്കറി തോട്ടത്തിൽ യോഗം ചേർന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഉള്ളി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് കാരം കൂടുതലാണ്, പക്ഷേ ജർമ്മികളെ ഓടിക്കളയാൻ മതി വരില്ല, മുളക് പറഞ്ഞു. എല്ലാവരും ആശങ്കയോടെ നിൽക്കുമ്പോൾ വെളു ശാന്തമായി മുന്നോട്ട് വന്നു. എനിക്ക് ഒരു അവസരം തരാമോ? അവൻ ചോദിച്ചു. നീ? കുമ്പളങ്ങ ആശ്ചര്യപ്പെട്ടു. നീ ചെറുതല്ലേ? വെളു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, എന്നിൽ ഒരു അത്ഭുതശക്തിയുണ്ട്. ജർമ്മികൾ എന്നെ ഭയപ്പെടും. അവൻ തന്റെ സുഹൃത്തുക്കളോട് ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി. അടുത്ത ദിവസം രാവിലെ ഗ്രാമത്തിലെ അമ്മമാർ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. വെളു പറഞ്ഞു, എന്നെ നന്നായി ചതച്ചിട്ട് സൂപ്പിൽ ഇടൂ. അമ്മമാർ അങ്ങനെ ചെയ്തു. വെളുവിന്റെ സുഗന്ധം വീടുകൾ മുഴുവൻ നിറഞ്ഞു. ജർമ്മി രാജാവ് മൂക്ക് പിടിച്ചു പറഞ്ഞു, അയ്യോ, ഈ ഗന്ധം എനിക്ക് ഇഷ്ടമില്ല. ഇത് വെളുത്തുള്ളിയാണല്ലോ. കുട്ടികൾ ആ സൂപ്പ് കുടിച്ചു. അല്പാൽപമായി അവരുടെ ചുമ കുറയാൻ തുടങ്ങി. പനി മാറി. അവർ വീണ്ടും ചിരിക്കാനും കളിക്കാനും തുടങ്ങി. ജർമ്മി രാജാവ് കോപത്തോടെ വിളിച്ചു, പിന്നോട്ടു പോകാം. ഈ വെളുത്തുള്ളി നമ്മുടെ ശത്രുവാണ്. അങ്ങനെ ജർമ്മികളും കൂട്ടരും ഗ്രാമം വിട്ടു ഓടി. ഗ്രാമം വീണ്ടും സന്തോഷത്തോടെ നിറഞ്ഞു. എല്ലാവരും വെളുവിനെ അഭിനന്ദിച്ചു. നീ ശരിക്കും ഹീറോ ആണ്, തക്കാളി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ? വെളു ചിരിച്ചു. വലുപ്പമല്ല, ഉള്ളിലെ ശക്തിയാണ് പ്രധാനപ്പെട്ടത്. അന്നുമുതൽ ഗ്രാമത്തിലെ കുട്ടികൾ ഭക്ഷണത്തിൽ വെളുത്തുള്ളി ഒഴിവാക്കാതെ തുടങ്ങി. അവർ പറഞ്ഞു, ഇത് നമ്മുടെ സൂപ്പർ ഹീറോയാണ്. വെളു തോട്ടത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു. കാറ്റിനൊപ്പം നൃത്തം ചെയ്തു. സൂര്യനെ നോക്കി ചിരിച്ചു. പാഠം: നമ്മൾ ചെറുതാണെങ്കിലും നമ്മുടെ ഉള്ളിലെ നല്ലതും ധൈര്യവും ലോകം മാറ്റാൻ കഴിയും.